അങ്ങനെ ഞാൻ ഒമാനിലേക്ക് കയറിപ്പോയി. അവിടെ ചെന്നിട്ട് ഞാൻ ഇവളെ വിളി തുടങ്ങി കുറച്ചാളൊക്കെ കഴിഞ്ഞു. 1 മാസം കഴിഞ്ഞു, 2 മാസം കഴിഞ്ഞു, 3 മാസം കഴിഞ്ഞു. ഇവളുടെ ഫോൺ വിളിക്കുമ്പോ മിക്ക ദിവസങ്ങളും ഇവള് ക്ലാസ്സിൽ പോയിട്ടില്ല. അപ്പൊ ഇവള് പറഞ്ഞ പോലെ എയർപോർട്ട് മാനേജ്മെന്റോ അങ്ങനത്തെ എന്തോ ഒരു കോഴ്സിന് ചേർന്നേക്കാണ്. അപ്പോ എന്നോട് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ഇവക്ക് മോഡലിംഗ് താല്പര്യമാണ്, ബ്യൂട്ടീഷ്യന്റെ കോഴ്സ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഇടയ്ക്ക് പോയിട്ട്. അപ്പൊ പുള്ളിക്കാരി നോക്കുന്നത് എനിക്ക് എയർപോർട്ട് മാനേജ്മെന്റ് അങ്ങനത്തെ ഒരു സെറ്റപ്പ് ആയി കഴിയുമ്പോൾ ഞാൻ കുറച്ചുകൂടി ഹൈ ആവും. അപ്പോഴേക്കും ഈ പറഞ്ഞ പോലെ ഇപ്പൊ ബന്ധുക്കാരും കൂട്ടുകാരൊക്കെ പറഞ്ഞ ആ റേഞ്ചിൽ നിന്ന് മാറ്റം വരും. അപ്പൊ ഞാൻ വിചാരിച്ചു ശരിയാ, അവളുടെ ഒരു കോൺഫിഡൻസ് ലെവല് കൂട്ടാൻ വേണ്ടിയിട്ടായിരിക്കും. ഞാനും പറഞ്ഞു ആയിക്കോട്ടെ. അങ്ങനെ പിന്നെ അവൾ അവിടെ അവിടെ പഠിക്കാൻ പോയി തുടങ്ങി. പിന്നെ പിന്നെ പതുക്കെ പതുക്കെ ഞാൻ വിളിക്കുമ്പോൾ ഇവർക്ക് കുറെ ഫ്രണ്ട്സായി, കൂട്ടുകാരായി. അങ്ങനെ കുറേശ്ശെ ഞാൻ വിളിക്കുമ്പോൾ ഇവളുടെ നമ്പർ ബിസി കാണുന്നു. അങ്ങനെ പതുക്കെ പതുക്കെ എന്റെ ഫോണുകൾ അവോയ്ഡ് ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. അങ്ങനത്തെ ഒരു പ്രത്യേക ഒരു സാഹചര്യങ്ങൾ. അങ്ങനെ ഒരു കൂട്ടുകാരെ ഞാൻ ഞാൻ വിളിക്കുമ്പോൾ ഫോൺ എടുക്കാതിരിക്കുന്നു. അങ്ങനെ ഞാനപ്പോ അവിടെ പോയിട്ടും അവിടെ സെറ്റായില്ല. 1.5 വർഷത്തോളം ഒമാനിൽ നിന്നിട്ട് ഈ പറഞ്ഞ പോലെ അവിടെ സെറ്റ് ആവാതെ ഞാൻ തിരിച്ചു വരാൻ നിൽക്കുകയാണ്. അപ്പോ ആ സമയത്തൊക്കെ ഞങ്ങൾ ഈ വിളിക്കുന്ന സമയത്ത് ഇവള് ഫോൺ എടുത്തില്ലെങ്കിൽ എനിക്ക് പെട്ടെന്ന് ഹൈപ്പറാവും, പെട്ടെന്ന് ദേഷ്യവും. കാരണം ഇതേപോലെയൊക്കെ എന്റെ ബന്ധുക്കാരൊക്കെ നെഗറ്റീവ് പറഞ്ഞിട്ട് പോലും ഞാൻ ഇവളെ എന്നോട് ചേർത്ത് എടുത്തിട്ട് ഇവളെ എന്നോട് എന്താണ് ഈ കാണിക്കണേ എന്നുള്ളൊരു ചിന്ത. വിളിക്കുമ്പോൾ നമ്പർ ബിസി. അപ്പൊ അതും പറഞ്ഞിട്ടൊക്കെ തല്ലുകൂട്ടാം. കാരണം നമ്മുടെ ലോകം അത്രയും വലുതൊന്നുമല്ല. നമ്മുടെ ലോകം ഒരു ചെറിയ ലോകമാണ്. അതിന് ചെറിയ കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ എനിക്ക് അത്രയും വൈഡായിട്ട് ചിന്തിക്കാനും പറ്റുന്നില്ല. അങ്ങനെ ഞങ്ങൾ തമ്മിൽ ചെറുതായിട്ട് വഴക്കൊക്കെ. അപ്പൊ ഞാൻ ഒരു ദിവസം ഇവളോട് പറയാതെ നാട്ടിലേക്ക് വരികയാണ്. എന്റെ റിസൈൻ വെച്ച നാട്ടിലേക്ക് വരികയാണ്. അപ്പൊ നാട്ടിലേക്ക് വന്നപ്പോഴും ഇവളെ വിളിച്ചിട്ട് ഇവള് ഫോൺ എടുക്കുന്നില്ല. അപ്പോ ഞാനങ്ങനെ ഇവള് പഠിക്കുന്ന കോളേജ്, ഈ എയർപോർട്ട് മാനേജ്മെന്റ് പഠിക്കുന്ന കോളേജിന്റെ ഫ്രണ്ടിൽ പോയി നിന്നിട്ട് 2-3 ദിവസം ഇവളുടെ ഡ്യൂട്ടി കഴിയുന്ന സമയം എന്നോട് പറഞ്ഞിട്ട് ഞാൻ ആ സമയത്ത് പോയി നിന്നിട്ടൊന്നും ഇവളെ കാണാനില്ല. അങ്ങനെ ഒരു കൂട്ടുകാരെ ഒരു ദിവസം ഞാനും എന്റെ കൂട്ടുകാരനും കൂടിയിട്ട് ഞാൻ തൃശ്ശൂർ ജോസ് തിയേറ്ററിൽ സിനിമയ്ക്ക് പോവാണ്. സിനിമയ്ക്ക് പോകുമ്പോൾ എന്റെ കൂട്ടുകാരെ ഞങ്ങൾ അവിടെ ഈ പറഞ്ഞ പോലെ ടിക്കറ്റ് എടുത്ത് നിൽക്കുന്ന സമയത്ത് ഇവളുള്ളൊരു കൂട്ടുകാരിയും പടത്തിന് വേണ്ടിയിട്ട് വരുന്നു. അപ്പൊ ഞാൻ ഇവളെ മൈൻഡേ ചെയ്തില്ല. ഞാൻ ഇപ്പൊ അന്നേരം ഇവളെ ഫോൺ വിളിച്ചു, ഫോൺ എടുത്തില്ല കേട്ടോ ഇവള്. അങ്ങനെ ഇവള് കയറിയിട്ട് ടിക്കറ്റ് എടുത്തതിന് ശേഷം ഇവര് ഉള്ളിൽ കയറിയിട്ട് ഞാൻ നോക്കിയപ്പോ ഉള്ളിൽ കയറി കഴിഞ്ഞപ്പോ ഇവര് ക്രോസ് ആയിട്ടിരിക്കുന്നത്, ഒരു ചെറുക്കൻ ഒരു പെണ്ണ്. അതായത് എനിക്കറിയാം ഇവിടെ കൂടിയിരിക്കുന്നത് കപ്പിൾസ് ആണ്, അവര് ലവേഴ്സ് ആണെന്ന് എനിക്കറിയാം. അപ്പോ എന്റെ മനസ്സില് അത് ഭയങ്കരമായിട്ട് ശക്തി. ഞാൻ നേരെ തന്നെ ഇവിടെ ഫോൺ വിളിച്ചു, നീ ഇപ്പൊ എവിടെയാന്ന് ചോദിച്ചു. അന്നേരം ഇവിടെ ഫോൺ എടുത്തു. നിനക്ക് എന്നെ വേണ്ടേ, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും, അങ്ങനെ ഇങ്ങനെ. അപ്പൊ ഞാൻ ചോദിച്ചപ്പോ ഞാൻ വീട്ടില. അപ്പൊ നീ എന്റെ അടി ഭയങ്കര സൗണ്ട് കേൾക്കുന്നത്, ഞാൻ TV വെച്ചേക്കാണ്. ഞാൻ അങ്ങനെ നേരെയുള്ള ഫ്രണ്ടിൽ ചെന്നിട്ട് ഞാൻ അവൾക്ക് എന്റെ മുഖം കാണിച്ചിട്ട് ഞാൻ തിരിച്ചു വരികയാണ് കൂട്ടുകാരെ. അതോടുകൂടെ ഞാൻ ആ ചാപ്റ്റർ അവിടെ ക്ലോസ് ചെയ്തു. നമസ്കാരം.